വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമ അങ്ങനെ പറയുമ്പോൾ ശാലിനി അങ്ങ് ആകെ തകർന്നു നിൽക്കുകയാണ്. അന്നേരം ഭാമ ശാലിനിയെ നോക്കിയിട്ട് മനസ്സിൽ കരുതുന്നുണ്ട്, എൻ്റെ മകൻ്റെ താലിയും കഴുത്തിൽ ഇട്ടുകൊണ്ട് ഏതോ ഒരുത്തൻ്റെ കുഞ്ഞിനെയും കൈപിടിച്ച് വീട്ടുമുറ്റത്തേക്ക് കയറി വന്നപ്പോൾ ഞാൻ നിന്നെ സ്വീകരിച്ചിരുത്തിയത് ഇലയിട്ട് സാമ്പാർ വിളമ്പാനാണെന്ന് നീ കരുതിയോടി ഇങ്ങനെ ഒരു ശിക്ഷ നിനക്ക് തരാൻ വേണ്ടി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ഭാമ മനസ്സിൽ കരുതുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ആകെ അന്തം വിട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം മധുശ്രീ മനസ്സിൽ കരുതുന്നുണ്ട്, ഞാൻ ഇവളെ കൊല്ലാൻ നോക്കിയതേ തെറ്റ്, ഇവളെ കല്യാണം കാണാനായിട്ട് ജീവിച്ചിരിക്കുക തന്നെ വേണം. സത്യഭാമയെ നിങ്ങൾ കിടിലൻ ഗോളാണ് അടിച്ചത്, സല്യൂട്ട് സത്യഭാമയെന്നൊക്കെ മധുശ്രീ മനസ്സിൽ കരുതുകയാണ്. അന്നേരം രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും ഭാമയെ, വിഷ്ണുവിൻ്റെ ആദ്യ വിവാഹം വേർപ്പെടുത്തിയിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ കേസ് ആവില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കേസ് ആവണം രാഘവേട്ട എന്നും പറഞ്ഞ് ഭാമ അങ്ങോട്ട് ചിരിച്ച് സംസാരിക്കുകയാണ്. അന്നേരം അത് എന്താ ഭാമയെന്നൊക്കെ ചോദിക്കുമ്പോൾ കേസ് ആവുക തന്നെ വേണം, കേസായാൽ ശിക്ഷയൊക്കെ കിട്ടും, അത് കോടതിയിൽ എത്തുക തന്നെ വേണം. കോടതിയിൽ എത്തുമ്പോൾ എൻ്റെ മകൻ ബന്ധം ഏർപ്പെടുത്താതെ വിവാഹം കഴിച്ചത് തെറ്റാണോ എന്ന് ചോദിക്കുമല്ലോ, അപ്പോൾ എനിക്കുമുണ്ട് ചോദ്യം ചോദിക്കാനായിട്ട്. വിവാഹം വേർപ്പെടുത്താതെ മറ്റൊരുത്തനും വിവാഹം കഴിച്ച് അതിലൊരു കുട്ടി ഉണ്ടാകുന്നത് തെറ്റല്ലേ? എന്നെ കോടതിയിൽ ചോദിക്കാൻ വരുന്നവരെയൊക്കെ ഞാൻ തൊലി ഒരിച്ച് നിർത്തും, അതിന് കളക്ടറായാലും കമ്മീഷണറായാലും എന്നിങ്ങനെ പറയുകയാണ് ശാലിനിയെ നോക്കിയിട്ട്. അന്നേരം രാഘവൻ നായർക്കും ഉത്തരവൊന്നുമില്ല, വിഷ്ണുവിനും ഉത്തരവൊന്നും ഇല്ലാതെ ശാലിനിയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ ഉമ്മറത്തേക്ക് സിറ്റൗട്ടിലേക്ക് വീണ്ടും ഇറങ്ങുമ്പോൾ മധുശ്രീ അങ്ങ് പിന്നാലെ പോവുകയാണ്. മധുശ്രീ ചെന്ന് കളിയാക്കുന്നുണ്ട്, എന്താ പറഞ്ഞത്, വിഷ്ണുവേട്ടൻ ഈ ജന്മത്തിൽ ഒരാളുടെ കഴുത്തിലെ താലി കെട്ടുകയുള്ളൂ, സത്യയുടെയും പപ്പിയുടെയും ബർത്ത്ഡേ അടുത്ത വർഷവും സത്യാമ്മയുടെ വീട്ടിൽ തന്നെ ആഘോഷിക്കും അല്ലേടി എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ ശാലിനി ഒരക്ഷരം മിണ്ടുന്നില്ല. മധുശ്രീയെ തന്നെ തിരിച്ചിങ്ങനെ രൂക്ഷമായൊരു നോട്ടം നോക്കിയിട്ട് ശാലിനി അങ്ങ് കാറിനടുത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ഭാമ എല്ലാവരെയും ഒക്കെ ക്ഷണിക്കുകയാണ്, വീട്ടിൽ തന്നെ വന്ന് ഞാൻ എല്ലാവരെയും ക്ഷണിക്കും, വീടടക്കം എല്ലാവരും വന്നോളണം എന്നൊക്കെ പറഞ്ഞ് ഭാമ എല്ലാവരോടുമൊക്കെ തകൃതിയായിട്ടങ്ങ് സംസാരിക്കുകയാണ്. പക്ഷെ വിഷമിച്ച് നിൽക്കുകയാണ് വിഷ്ണുവും ശ്യാമയും രാഘവൻ നായരും രോഹിത്തും പിള്ളയും പൊന്നിയും ഒക്കെ. തുടർന്ന് ശാലിനിയാണെങ്കിൽ തൻ്റെ കാറിൽ ഇങ്ങനെ പോയി ചാരി നിന്നങ്ങ് പൊട്ടിക്കരയുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ ഉമ്മറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കമലൻ പുറകെ വരികയാണ്. ശാലിനി കരയുന്നത് കണ്ടിട്ട് ചെല്ലാശാനെ എന്നിങ്ങനെ പറഞ്ഞ് കമലൻ വിഷ്ണുവിനെ പറഞ്ഞു വിടുകയാണ്. വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. തുടർന്ന് കമലിനും എതിരെ കിടക്കുന്ന കാറിൻ്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, എടോ താനിങ്ങനെ ശാലിനിയെന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ മുഖം ഉയർത്തി നോക്കുകയാണ്. അന്നേരം ശാലിനി അങ്ങ് കരയുകയാണ്. അന്നേരം എടോ താനിങ്ങനെ കരയാതെ, താനിങ്ങനെ കരയുമ്പോൾ എൻ്റെ ചങ്ക് പിടയുന്ന പൊട്ടുന്ന വേദനയാണ് എന്നിങ്ങനെ പറയുകയാണ്. താൻ സത്യം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് സത്യമാണ് പറയേണ്ടത് വിഷ്ണുവേട്ടാന്ന് ഇങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. എടോ സത്യയുടെ കാര്യം എന്നിങ്ങനെ പറയുമ്പോൾ സത്യ ഈ വീട്ടിലെ കുട്ടി തന്നെയാണ്, സത്യാമ്മയുടെ അതേ ചോര എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ കണ്ണൊക്കെ വിടരുന്നുണ്ട്. വിഷ്ണു ശാലിനിയെ തന്നെ നോക്കുകയാണ്. അന്നേരവും വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്, എന്നെയല്ലേ വിശ്വാസമില്ലാത്തത്, ചങ്ക് തുറന്ന് കാട്ടാനായിട്ട് പറ്റുമോ എന്നും പറഞ്ഞ് ശാലിനി അങ്ങ് പൊട്ടി കരയുകയാണ്. അതിന് കമൽ അടുത്തേക്ക് വരുന്നുണ്ട്. അത് ഏട്ടത്തിയമ്മ പറയുന്നത് തന്നെയാണ് ശരി, ആശാന് വിശ്വാസമാണ് വേണ്ടത്, പിന്നെ ഏട്ടത്തിയമ്മയെ ആശാനല്ലേ വിശ്വാസമില്ലാത്തത്, ചാടി കയറി കല്യാണം കഴിക്കാനായിട്ട് ആരെങ്കിലും പറഞ്ഞോ എന്നും പറഞ്ഞ് കമല വിഷ്ണുവിന് നേരെ ദേഷ്യപ്പെടുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, എടോ അത് അങ്ങനെയൊന്നും അല്ല, അത് അങ്ങനെയൊന്നും അല്ല അത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ പറയാനായിട്ട് വരുമ്പോൾ വിഷ്ണു ഒന്ന് സത്യഭാമ ആ സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് ഉറക്കനെ വിളിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ വിഷ്ണു നിന്നെ കാർത്തിക അന്വേഷിക്കുന്നു എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു മൈൻഡ് ചെയ്യുന്നില്ല. തുടർന്ന് വീണ്ടും ഭാമ പറയുകയാണ്, നീ താലി കെട്ടിയ നിന്റെ ഭാര്യ നിന്റെ ഒരു അനാഥയാണ്, അവള് നിന്നെ മാത്രം വിശ്വസിച്ചാണ് അവൾ നിന്റെ കൈയും പിടിച്ച് വീട്ടിലേക്ക് കയറി വന്നത്, നിന്നെ പുറംകാലി കൊണ്ട് ചവിട്ടി തൊഴിച്ചിട്ട് പോയവളാണ് അവൾക്ക് വേണ്ടിയാണോ നീ വീണ്ടും സംസാരിക്കാൻ പോകുന്നത്, അകത്തേക്ക് വാ എന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ വിഷ്ണുവിന് ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷേ കാർത്തികയും പുറകെ നിൽക്കുകയാണ്. നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്, ഇനിയും എന്തിനാ അവളൊക്കെ സംസാരിക്കുന്നത്, കാർത്തിക അന്വേഷിക്കുന്നു, അവൾ അനാഥയാണ് എന്നൊക്കെ വീണ്ടും പറയുമ്പോൾ നിർബന്ധിക്കുകയാണ് ഭാമയങ്ങ്. അന്നേരം വിഷ്ണു അങ്ങ് ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. ഭാമയെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോയിട്ട് പിറകെ നിൽക്കുന്ന കാർത്തിക ഇങ്ങനെ രൂക്ഷമായിട്ടൊരു നോട്ടം നോക്കുകയാണ്. എന്നിട്ട് വിഷ്ണു അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതേസമയം ശാലിനി ഇന്നങ്ങ് കരയുകയാണ്. അന്നേരം കമലിനാണെങ്കിൽ ശാലിനിയോട് എന്തോ സംസാരിക്കാനായിട്ട് വരുമ്പോൾ, എടാ കമല നീ ഫംഗ്ഷന് വന്നതാണോ അതോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പോയി സത്യാമ്മയെന്ന് പറഞ്ഞിട്ട് ശാലിനി എങ്ങനെ ദയനീയമായി നോക്കിയിട്ട് കമലിനും അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. വിഷ്ണു നോക്കിയതുപോലെ അതേ ഒരു നോട്ടം കമലൻ കാർത്തികയും നോക്കുന്നുണ്ട്.
ഓരോ വാനരന്മാർ വന്ന് കയറിക്കോളും എന്നിങ്ങനെ പറഞ്ഞിട്ട് കമലിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് ഭാമയാണെങ്കിൽ ശാലിനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ശാലിനി എന്നിങ്ങനെ വിളിക്കുകയാണ്. എന്നിട്ട് ആകെ സങ്കടത്തിൽ ശാലിനി നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമകൾ പപ്പിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അവൾ ഒരൊറ്റ ആഗ്രഹമേ പറഞ്ഞുള്ളൂ, അവളുടെ കൂട്ടുകാരിയെ ക്ഷണിക്കണമെന്ന്. അന്നേരം കൂട്ടുകാരിയെ വിളിച്ചപ്പോൾ അവളുടെയും ബർത്ത്ഡേ ഇന്നാണെന്ന് അറിഞ്ഞു. അവളുടെ അച്ഛനെയോ അമ്മയോ കുടുംബ മഹിമയോ ഒന്നും ഞാൻ തിരക്കിയില്ല. എൻ്റെ മോളുടെ കൂട്ടുകാരിയല്ലേ, അപ്പോൾ അവളുടെ ബർത്ത്ഡേ ഇന്നാണെന്നറിഞ്ഞപ്പോൾ ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് കരുതി. അതെൻ്റെ ഒരു വിശാല മനസ്കത. അപ്പോൾ പരിചയമില്ലാത്ത വീട്ടിലേക്ക് കുഞ്ഞെങ്ങനെയാണ് വരുന്നത്, ഒറ്റയ്ക്ക് വരുന്നത്, അതുകൊണ്ട് അമ്മയായ നീയും വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഒരു വിവാഹ ചടങ്ങ്, എൻ്റെ മകൻ്റെ വിവാഹ കാര്യം കൂടി അതിനിടയ്ക്ക് അനൗൺസ് ചെയ്തത് നീ അറിഞ്ഞു കാണുമല്ലോ. വിവാഹമൊക്കെ ശരിക്കും നേരത്തെ കഴിഞ്ഞതാണ്, പക്ഷേ ഇതിപ്പോൾ നാടടക്കം വിളിച്ച് ഒന്നുകൂടി ഒരു സദ്യയൊക്കെ കൊടുത്ത് വിവാഹം നടത്തുകയാണ്. അപ്പോൾ നീ അത് കേട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇതൊക്കെ സത്യഭാമയാണെങ്കിൽ കളിയാക്കി ചിരിച്ചുകൊണ്ട് ശാലിനിയെ മനഃപൂർവ്വം കളിയാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എൻ്റെ മകൻ വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും വിവാഹമാണ് അടുത്ത ആഴ്ച, നാടടക്കം ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പപ്പിമോൾ ചിലപ്പം പറയും പിന്നെ അവളുടെ കൂട്ടുകാരിയെ കൂടി വിളിക്കണമെന്ന്. അപ്പോൾ ചിലപ്പോൾ സത്യയും വിളിക്കും. അപ്പോൾ സത്യയെ വിളിക്കുമ്പോൾ അവളുടെ അമ്മയെ കൂടി വിളിക്കണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നിനക്കും കൂടി വരാം എന്നിങ്ങനെ അതിന് എടുത്താണ് പറയുന്നത്. അപ്പോൾ അതാണ് വിശേഷങ്ങളൊക്കെ. പിന്നെ ഇവിടെ പപ്പിമോളുടെ ബർത്ത്ഡേക്ക് സദ്യ ഒരുക്കിയിട്ടുണ്ട്, നീ അത് കഴിച്ചിട്ടേ പോകാവൂ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി വളരെ ആക്ഷേപിച്ച്, പരസ്യമായിട്ട് ആക്ഷേപിച്ച് ശാലിനിയോടങ്ങ് സംസാരിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ദയനീയമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഭാമ അത്രയും അഹങ്കാരത്തോടു കൂടി, സത്യഭാമയുടെ കൊച്ചുമകളാണ് പപ്പി, അപ്പോൾ അവൾക്ക് അതിൻ്റേതായ ഗമയും അഹങ്കാരവും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, നീയും അങ്ങനെ ക്ഷണിക്കുകയാണെങ്കിൽ നീയും കൂടി വിവാഹത്തിന് വന്നേക്കണം, അവരിൽ ഒരാളായി വന്നേക്കണം എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അഹങ്കാരത്തോടു കൂടി സത്യഭാമയങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അകത്തേക്ക് കയറുന്ന ഭാമയാണെങ്കിൽ വാ മോളെ എന്നും പറഞ്ഞ് അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാർത്തികയും വിളിക്കുന്നുണ്ട്. അന്നേരം കാർത്തിക ശാലിനി ഇങ്ങനെ നോക്കിയിട്ട് ഭാമയ്ക്ക് പിന്നാലെ അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം അമ്മയെന്ന് വിളിച്ചുകൊണ്ട് പപ്പിയാണെങ്കിൽ ഓടി വരികയാണ്. പപ്പിയല്ല, സത്യ ഓടി വരികയാണ് ശാലിനിയുടെ അടുത്തേക്ക്. പിന്നാലെ പപ്പിയും ശ്യാമയും ഉണ്ട്. അന്നേരം അമ്മ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നോ, ഞാൻ അവിടേക്ക് നോക്കിയെന്ന് പറയുമ്പോൾ നമുക്ക് പോകാമെന്ന് ശാലിനി പറയുകയാണ്. അന്നേരം ഇപ്പോഴേ പോകണമെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴായാലും പോകേണ്ടതല്ലേ, നമുക്ക് പോകാമെന്ന് പറയുകയാണ്. തുടർന്ന് ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് ശ്യാമ പറയുമ്പോൾ വേണ്ട, അല്ലാതെ തന്നെ വയറ് നിറഞ്ഞു, പോകുന്ന വഴിക്ക് ഇവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോളാം എന്ന് പറയുകയാണ്. നേരെ സത്യ പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ടമ്മേ, കേക്ക് കഴിച്ചു വയറ് നിറഞ്ഞു, പിന്നെ എനിക്ക് ഉറക്കവും വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ സമയത്ത് നീ ഉറങ്ങാറുള്ളതല്ലല്ലോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. നേരെ ശ്യാമ പറയുന്നുണ്ട്, മധുരം ചിലപ്പോൾ അധികമായിട്ട് കഴിച്ചത് കൊണ്ടാകുമെന്ന്. അന്നേരം മോള് കാറിലിരുന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് പപ്പി മോൾക്ക് ടാറ്റ കൊടുക്കുക എന്ന് പറയുകയാണ്. തുടർന്ന് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും നമ്മൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പോയിട്ട് വരാം, പിന്നെ വരണേ എന്നൊക്കെ പറയുകയാണ്. അന്നേരം വരണേ എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടികളുടെ സ്നേഹപ്രകടനമൊക്കെ ശ്യാമയും ശാലിനിയും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. തുടർന്നാണെങ്കിൽ സത്യയാണെങ്കിൽ അങ്ങ് കാറിനുള്ളിലേക്ക് കയറുന്നുണ്ട്. ശാലിനി കയറ്റുകയാണ്. അതേസമയം സത്യഭാമ അകത്ത് നിന്ന് പപ്പിയെ വിളിക്കുമ്പോൾ ദാ വരുന്നു സത്യാമ്മയെന്നും പറഞ്ഞ് പപ്പി അങ്ങ് ഓടിക്കയറി പോവുകയാണ്. തുടർന്ന് ശാലിനി അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോൾ കുഞ്ഞേച്ചിന്ന് വിളിക്കുകയാണ് ശ്യാമ. അന്നേരം എന്താടിയും ചോദിക്കുമ്പോൾ ഇവരെ കണ്ടപ്പോൾ നമ്മുടെ കുട്ടിക്കാലം അങ്ങ് ഓർമ്മിച്ചു പോയി, എന്ത് സ്നേഹമായിരുന്നു നമ്മൾ തമ്മിൽ, പക്ഷേ ഇപ്പോൾ തികച്ചും അപരിചിതരെ പോലെ എന്ന് പറയുമ്പോൾ ശാലിനിക്ക് വിഷമം വരികയാണ്. നേരെ അപരിചിതരല്ല, അതിഥികൾ അങ്ങ് പോകേണ്ടവർ തന്നെയാണ്, നിൽക്കാനുള്ളവരല്ല, എന്നായാലും പോയല്ലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് വിഷമത്തോടെ അങ്ങ് കാറിനകത്തേ കയറുകയാണ്. നേരവും കുഞ്ഞേച്ചിന്ന് ശ്യാമ വിളിക്കുന്നുണ്ടെങ്കിലും ശാലിനി അങ്ങ് നിൽക്കാതെ സത്യഭാമയുടെ വീട് ഇങ്ങനെ ഒന്നുകൂടി നോക്കിയിട്ട് ശാലിനി അങ്ങ് അകത്തേക്ക് കയറി അങ്ങ് വണ്ടിയെടുത്ത് പോവുകയാണ്. തുടർന്ന് കാറിൽ പോകുന്ന ശാലിനിയാണെങ്കിൽ സത്യഭാമ കല്യാണക്കാരിയൊക്കെ പറഞ്ഞതൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ വെളിയിലേക്ക് നോക്കിയിരിക്കുകയാണ് കാറിൻ്റെ. അന്നേരം സത്യയ്ക്കാണെങ്കിൽ ഇങ്ങനെ കണ്ണൊക്കെ അടയുന്നുണ്ട്, ഉറക്കമൊക്കെ വരികയാണ്. അന്നേരം അമ്മയെ ഉറക്കം വരുന്നു എന്ന് പറയുമ്പോൾ മോള് മടിയിലേക്ക് കിടന്നോ, തല വെച്ച് കിടന്നോ എന്ന് പറയുകയാണ്. ഒന്നും ആലോചിക്കേണ്ട, ഉറങ്ങിക്കോ എന്ന് പറയുകയാണ്. തുടർന്ന് സത്യയാണെങ്കിൽ ശാലിനിയുടെ മടിയിലേക്ക് തല വെച്ച് കുട്ടി അങ്ങ് ഉറങ്ങുന്നുണ്ട്. തുടർന്ന് ശ്യാമയാണെങ്കിൽ ഇങ്ങനെ അതൊക്കെ ഓർത്ത് ഇങ്ങനെ ശാലിനിയെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണു ആണെങ്കിൽ ബൈക്ക് സ്റ്റാർട്ടാക്കി അങ്ങ് പോകുന്ന കാണിക്കുകയാണ്. അന്നേരം ശ്യാമ ഇങ്ങനെ ഞെട്ടി നോക്കുന്നുണ്ട്. അന്നേരം ഈ പോക്ക് അത്ര ശരിയല്ലല്ലോ, വിഷ്ണുവിൻ്റെ മനസ്സാകെ വെന്തിരിക്കുകയാണ്, എന്ത് സംഭവിക്കുമോ എന്തോന്നും പറഞ്ഞ് ശ്യാമ വിഷ്ണു പോകുന്നത് നോക്കി നിൽക്കുകയാണ്. തുടർന്നുള്ള സീൻ കാണിക്കുന്നത് കളക്ടറേറ്റ് ആണ്. അവിടെ സരോജ മെമ്പറും വിക്ടറും ഒക്കെ വന്നിട്ടുണ്ട്. ശാലിനി അന്ന് പറഞ്ഞ ഡ്രീം പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനൊക്കെയാണ്. അന്നേരം വിക്ടർ ആണെങ്കിൽ ആകെ നിന്ന് ബഹളം കൂട്ടുകയാണ്, വെള്ളത്തിൽ പോയി മീൻ പിടിക്കാനായിട്ട് ഇത്രയും സമയം വേണ്ട, അവിടെ എന്താ അകത്ത് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് സാറ്, അസിസ്റ്റൻറ്റ് കളക്ടർ പിന്നെ സജി സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഹരീഷിനെയൊക്കെ ആരാ സാറാക്കിയത്, അവനെ ബാലേന്ദ്രൻ്റെ പിന്നാലെ ശിങ്കിടിയായിട്ട് നടന്നതല്ലേ,
അവന് ഇതിൽ നിന്ന് എന്തൊക്കെയോ ലാഭമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ആകെ അങ്ങ് ബഹളം കൂട്ടുന്നുണ്ട്. അന്നേരം നീ ക്ഷമിക്ക്, സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് സരോജവും വിക്ടറും ഒക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അകത്ത് ഈ സജിയും ഹരീഷും തമ്മിൽ സംസാരിക്കുന്ന കാണിക്കുന്നുണ്ട്. പക്ഷേ സജി ആണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ്. ഹരീഷിനോട് സംഭവം നടക്കില്ല എന്നാണ് പറയുന്നത്. കാരണം സജി പറയുന്നുണ്ട്, ഹരീഷ് നീ ഇതിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് നിനക്ക് നല്ല കൊള്ള ലാഭം കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, പിന്നെ ശാലിനി മേഡം പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാനും ഇതിലേക്ക് വന്നത്. പക്ഷേ നീ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യമായിട്ട് കൂട്ടിക്കൊഴിച്ചപ്പോഴേ എനിക്ക് നിന്നിൽ സംശയം ഉണ്ടായതാണ്. പഴയ പോലെ കഞ്ഞിയും പയറും ഒന്നും അല്ല കൊടുക്കുന്നത്, നല്ല ചോറും സാമ്പാറും അവിയലും സോയയും കൂട്ടി സദ്യ പോലെ തന്നെയാണ് കൊടുക്കുന്നത്. അതിനിടയിലേക്ക് നീ ഒരു പ്രൈവറ്റ് കമ്പനി എന്തിനാണ് കൊണ്ടുവന്നത്? അവരെന്തിനാണ് ഈ കുട്ടികൾക്കുള്ള ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത്? അപ്പോൾ നിനക്കതിലെന്തോ കൊള്ള ലാഭമില്ലേ എന്നൊക്കെ സജി ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ ലാഭമൊന്നും ഇല്ല എന്ന് ആദ്യം പറയുമ്പോൾ നിന്നെ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് സജി പറയുകയാണ്. അന്നേരം ലക്ഷങ്ങൾ ലാഭം ഇല്ലയെന്നൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് സാറൊന്ന് കണ്ടച്ചാൽ മാത്രം മതി, സാറിന് ലക്ഷങ്ങൾ കിട്ടുമെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഹരിചന്ദ്രനാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ശാലിനി മേഡം വന്നതിന് ശേഷം ഒരു പിന്നെ എൻ്റെയും കണ്ണൊക്കെ തുറന്നിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു ദിവസവേതനം എന്ന പോലെ കിട്ടുന്ന പൈസയാണ്, അതൊന്നും ഞാൻ മുക്കിക്കളയാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സജി നിൽക്കുകയാണ്. തുടർന്ന് അവസാനം ഈ ഹരീഷ് ഒരു ഭീഷണി സ്വരത്തിൽ സംസാരിക്കുകയാണ്, സാർ ഒപ്പിട്ടാലേ നടക്കുകയുള്ളൂ, സാർ ഒപ്പിടില്ലെങ്കിൽ ആ പുറകെ വെളിയിൽ നിൽക്കുന്ന വിക്ടറിനോടൊക്കെ കാര്യം പറഞ്ഞേക്കെന്ന് പറയുകയാണ്. അന്നേരം അവരോടൊന്നും കാര്യം ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയുകയാണ്. എൻ്റെ ബോസ് ശാലിനി മേഡം കളക്ടറാണ് എന്ന് പറയുന്ന അങ്ങ് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം ഹരീഷ് വീണ്ടും പിടിച്ചു നിർത്തുകയാണ്. സാർ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം, പോക്കറ്റിലേക്ക് വന്ന മഹാലക്ഷ്മിയാണ് സാർ തട്ടിക്കളയുന്നത്, സാറൊന്ന് കണ്ണടച്ചാൽ ലക്ഷങ്ങൾ കിട്ടും, സാർ ഇപ്പോഴത്തേക്ക് ഒന്ന് കണ്ണടക്കി പിന്നെ നോക്കാമെന്ന് പറയുമ്പോൾ സജിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് നിന്നെ വിജിലൻസിനെ കൊണ്ട് ഞാൻ പിടിപ്പിക്കും, മര്യാദയ്ക്ക് പോകാൻ നോക്കെന്നും പറഞ്ഞ് സജി ദേഷ്യപ്പെട്ടങ്ങ് പോകുന്നുണ്ട്. അന്നേരം ഹരീഷിന് സംഭവം മനസ്സിലാവില്ല എന്ന് ഇവിടെ നടക്കില്ല എന്ന് മനസ്സിലാവുകയാണ്. ഹരീഷിന് അവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയെ സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവരിൽ നിന്ന് കമ്മീഷൻ തട്ടാനുള്ള ഏർപ്പാടാണ്. അന്നേരം സജി പറയുന്നുണ്ട്, നീ പറഞ്ഞ പ്രൈവറ്റ് കമ്പനിയെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചു, ജങ്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ വിഷകരമായ ഭക്ഷണം പിന്നെ വിതരണം നടത്തുന്നവരാണ്, ആ കമ്പനിയുമായിട്ട് നടക്കില്ല, അല്ലെങ്കിൽ വേറെ കമ്പനി കൊണ്ടുപോകാമെന്നൊക്കെ സജി പറയുന്നുണ്ട്. തുടർന്ന് സംഭവം നടക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഈ ഹരീഷിന് വെളിയിലേക്ക് സരോജ മെമ്പറൊക്കെ നിൽക്കുന്നിടത്തേക്ക് ഇറങ്ങി വരികയാണ്. അന്നേരം വിക്ടർ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണല്ലോ, എൻ്റെ നടന്ന് ചെരുപ്പ് തേഞ്ഞു, വലയുമായി വള്ളവുമായി പോയ മുക്കുന്തേ വരുന്നുണ്ടെന്നൊക്കെ ഹരീഷിനെ കാണുമ്പോൾ പറയുകയാണ്. മീനൊക്കെ തടഞ്ഞോ എന്തോ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് സരോജ മെമ്പർ എന്തായെന്ന് ചോദിക്കുമ്പോൾ അത് നടക്കില്ല മെമ്പറേ എന്നിങ്ങനെ പെട്ടെന്ന് ഹരീഷ് പറയുമ്പോൾ പിന്നെ മെമ്പർക്ക് അങ്ങ് വല്ലാതാവുകയാണ്, സങ്കടം വരികയാണ്. അന്ന് ശാലിനിയുടെ കൈപിടിച്ച് നന്ദിയൊക്കെ പറഞ്ഞിട്ടാണല്ലോ സരോജ മെമ്പർ പോയത്, കാലൊക്കെ തൊട്ട് തൊഴുവാനൊക്കെ പോയി അന്നേരം നടക്കും എന്നൊക്കെ പറഞ്ഞാണല്ലോ. അന്നേരം അവരെങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ ബൈക്കിൽ ശാലിനിയുടെ പിന്നാലെ വണ്ടിയുടെ പിന്നാലെ എങ്ങനെ പോകുന്നതും കാണിക്കുന്നുണ്ട്. സത്യ ശാലിനിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങൾ. അടുത്ത എപ്പിസോഡിലാണെങ്കിൽ ഈ വണ്ടിക്ക് കുറുക്കിട്ട് ജില്ലാ കളക്ടറുടെ ശാലിനിയുടെ വണ്ടിക്ക് മുന്നേ കുറുക്കിട്ട് വിഷ്ണു ബൈക്ക് കൊണ്ടുവന്ന് ചവിട്ടി നിർത്തും. തുടർന്ന് ശാലിനി ഇറങ്ങും. അന്നേരം സത്യയുടെ കാര്യം എന്താണ്, നീ പറഞ്ഞത് എന്താണ്, വ്യക്തമായിട്ട് പറയൂ എന്നിങ്ങനെ ശാലിനിയോട് വീണ്ടും വിഷ്ണു ചോദിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഇത്രയും അതൊക്കെയാണ്. പിന്നീടാണ് വിഷ്ണുവിന് DNA ടെസ്റ്റിനൊക്കെ പോകുന്നത്, തൻ്റെ മകളാണോ എന്നത് ശാലിനി ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. അപ്പോൾ ശാലിനി വിഷ്ണു വിശ്വസിക്കുക തന്നെ ചെയ്യും. തുടർന്ന് പക്ഷേ സത്യഭാമയ്ക്ക് തെളിവാണല്ലോ വേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് വിഷ്ണു DNA ടെസ്റ്റിനൊക്കെ പോകുന്നത്. ഇതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.